ഗോതമ്പ് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു 5 ചിരട്ടപ്പുട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിക്കോട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നു. അപ്പോൾ നമുക്കിനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 മെത്തേഡുണ്ട് ഇപ്പം ഈസി ആയിട്ട് ഗോതമ്പ് പുട്ട് തയ്യാറാക്കാനായിട്ട്. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പുട്ട് തയ്യാറാക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്. അല്ലാത്ത നമ്മൾ സാധാരണ രീതിയിൽ ഗോതമ്പ് പുട്ട് നനച്ച് ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അതങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ അത് പൂരിയോ ചപ്പാത്തിയോ ഒക്കെ ആക്കേണ്ടി വരും. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പുട്ട് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനിയും ഈ പാനിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് കുറച്ചുകൂടി അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഇതിനി ഇവിടെ നിന്ന് തണുക്കട്ടെ. നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഗോതമ്പ് പുട്ടെന്ന് പറയുന്നത്, കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് ചോറ്. അപ്പോൾ ചോറ് തണുത്താണേലും കുഴപ്പമില്ല, ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണേലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പാകത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 സെക്കൻഡ് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഒട്ടും കട്ട പിടിക്കാട്ടെ ഒന്നും തന്നെ ചെയ്യത്തില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ കൈയിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് നോർമൽ പുട്ടുപൊടി പോലെ ആക്കി കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും ഇത് കട്ടി പിടിക്കത്തില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടായിരിക്കും കിട്ടുന്നത്. വലിയ പുട്ടുപാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചിരട്ടപ്പുട്ടിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര ലെയർ തേങ്ങ വെക്കണമെന്നോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി, അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഇതൊക്കെ. ഞാൻ ആദ്യം തന്നെ കുക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചൂടായി വരണോട്ടെ. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റീം വന്ന് തുടങ്ങും. അപ്പോൾ ആദ്യത്തെ പുട്ട് നമ്മുടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയി കഴിഞ്ഞു. ഞാനൊരു 3 എണ്ണം തയ്യാറാക്കിയതേ ഉള്ളൂ, ബാക്കി പിന്നെ ചെയ്യാം. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കത്തില്ലേ? അപ്പം നമ്മൾ നേരത്തെ ഗോതമ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു യെല്ലോയിഷ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.